കുട്ടികൾ പോകുന്നതിനുള്ള പ്രധാന കാരണം അവരുടെ എക്സസ് എനർജി വെന്റിലേറ്റ് ചെയ്യാനൊരു അവസരമില്ല എന്നുള്ളതാണ്. അതിന് ഏറ്റവും ഉചിതമായ ഒരു മാർഗമാണ് ഈ സുംബ. അത് വലിയ ദൂരവ്യാപകമായ ഗുണഫലമായിരിക്കും നമ്മുടെ സമൂഹത്തിന്, പ്രത്യേകിച്ചും വളർന്നു വരുന്ന സമൂഹത്തിന് ഉണ്ടാക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. നമ്മളിപ്പോൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പ്ലസ് ടു വിഭാഗത്തിലേക്കും കൂടി ഇത് വ്യാപിപ്പിക്കും. പ്ലസ് ടു കുട്ടികൾക്കാണ് ഏറ്റവും ആവശ്യം. കാരണം അവരാണ് ഇത്തരത്തിലുള്ള ഒരു അവസരം കിട്ടാത്ത കുട്ടികൾ. അവര് കേവലം പഠനം എന്നൊരു വലിയ സമ്മർദ്ദം അവരുടെ തലയിലുണ്ട്. ആ സമ്മർദ്ദത്തെ അല്പം ലഘൂകരിക്കാൻ ഈ ഒരു സുംബ വളരെ പ്രയോജനമാവും. തളിപ്പറമ്പ് നോർത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ടായിരുന്നു എനിക്ക് എറണാകുളത്ത് സുംബ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടിയത്. തൃച്ചംബരം UP സ്കൂൾ കായികാധ്യാപിക വിദ്യാലയങ്ങളിൽ സുംബ നടപ്പിലാക്കിയതിനു ശേഷം വിദ്യാർത്ഥികളിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം എന്നത് കുട്ടികൾ നമ്മുടെ പുറകെ നടന്നിട്ട് ടീച്ചറെ നമുക്ക് ഇന്ന് സുംബ വേണ്ടേ, ഇന്ന് നമ്മുടെ സുംബ കളിക്കണ്ടേ എന്ന ഒരു ചോദ്യത്തിന് ഒരുപാട് ലാളിത്യവും മനോഹാരിതയും മനസ്സിലാക്കാൻ സാധിച്ചു. ആദ്യമൊക്കെ ആൺകുട്ടികൾ കുറച്ച് വിമുഖത കാണിച്ചിരുന്നു. അല്പസമയങ്ങൾക്ക് ശേഷം തന്നെ ആൺകുട്ടികൾ എല്ലാവരും ഈ സുംബയെ സ്വീകരിക്കുകയും ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾ പിന്നീട് ഇതിന്റെ ഭാഗവാക്കാവുകയും ചെയ്തു. ഇതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെയധികം പേഴ്സണാലിറ്റി ഉണ്ടാക്കുവാൻ സാധിക്കുന്നുണ്ട്. മാനസികമായ സമ്മർദ്ദം ഒഴിവാക്കാൻ സാധിക്കുന്നു. പല കുട്ടികളും വന്ന് കാര്യങ്ങൾ സംസാരിക്കുവാനും അല്ലെങ്കിൽ കുറച്ച് കുട്ടികളുടെ മുന്നിൽ വന്ന് അത് പ്രസന്റ് ചെയ്യാനുള്ള ഒരു നാണത്തോട് കൈമാറും. BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും